നമസ്കാരം. PSC സെൽഫ് സ്റ്റഡീസ് കോഡിൻ്റെ 17ാമത്തെ ദിവസത്തെ വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരാൻ പോകുന്ന പരീക്ഷകൾക്ക് വേണ്ടിയിട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. 2025 ഓരോ മാസത്തെയും കറണ്ട് അഫേഴ്സ് നമ്മൾ ഓർഡറിൽ പഠിച്ചു വരികയായിരുന്നു. ഏപ്രിൽ മാസം വരെയുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ പഠിച്ചു. ഇന്ന് 2025 മെയ് മാസത്തെ കറണ്ട് അഫേഴ്സാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ക്ലാസ്സിൻ്റെ എക്സാം PDF നോട്ട് എന്നിവയ്ക്കായിട്ട് ടെലിഗ്രാം ചാനലിൽ അംഗമാവുക. ഫസ്റ്റ് കമൻറ്റിൽ അതിൻ്റെ ലിങ്ക് ഉണ്ടായിരിക്കും. 2025 മെയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് വസ്തുതകൾ നമുക്ക് പഠിക്കാം. ക്ലാസ് കണ്ട് നോട്ട് എഴുതിയെടുക്കുക, റിവിഷന് ഉപകാരപ്പെടും. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് എന്നാണ്? അപ്പോൾ വിഴിഞ്ഞം തുറമുഖം ഉദ്ഘാടനം ചെയ്ത ഡേറ്റ് ഇതിനോടകം തന്നെ PSC പരീക്ഷയിൽ കറണ്ട് അഫേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ചോദിച്ച ചോദ്യം കൂടിയാണ്. 2025 മെയ് മാസം 2-നാണ് വിഴിഞ്ഞം തുറമുഖം പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യുന്നത്. പ്രധാനമന്ത്രി നാടിന് സമർപ്പിച്ചത് എന്നാണെന്ന് ചോദിക്കുകയാണെങ്കിൽ 2025 മെയ് 2-നാണ്. അടുത്ത ചോദ്യം, പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ആദ്യമായിട്ട് നേടിയത് എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത്. അടുത്ത ചോദ്യം ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ്. 2025 മെയ്യിൽ അന്തരിച്ച 2022 പത്മശ്രീ പുരസ്കാര ജേതാവും പോളിയോയും അർബുദവും തളർത്തിയിട്ടും നിരവധി ആളുകൾക്ക് അക്ഷര വെളിച്ചം പകർന്ന വ്യക്തിയാണ് KV റാബിയ. അപ്പം നിങ്ങൾ പത്രത്തിലും ന്യൂസിലും ഒക്കെ കേട്ട് കാണും KV റാബിയയുടെ മരണത്തെക്കുറിച്ച്. ഇപ്പോൾ 2025 മെയ്യിലാണ് അന്തരിച്ചത്. എന്തൊക്കെയാണ് പ്രത്യേകത? പോളിയോയും അർബുദവും ഒക്കെ തളർത്തിയ ഒരു സ്ത്രീയാണ് KV റാബിയ എന്ന് പറയുന്നത്. ഒട്ടേറെ ആളുകൾക്ക് അക്ഷരം പകർന്നു കൊടുത്ത വ്യക്തിയാണ്. 2022 പത്മശ്രീ പുരസ്കാര ജേതാവും കൂടിയായിരുന്നു. അപ്പോൾ ആ ചോദ്യം ഒന്ന് ഓർത്തു വെച്ചുകൊള്ളുക. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ലോക മാധ്യമ സ്വതന്ത്ര സൂചികയിൽ അല്ലെങ്കിൽ പത്ര സ്വതന്ത്ര സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം ചോദിക്കുകയാണെങ്കിൽ 151 മാധ്യമ സൂചിക അല്ലെങ്കിൽ പത്രസൂചിക എന്ന് ചോദിക്കും. ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. അപ്പോൾ ഈ സൂചികകളും അതിൽ ഇന്ത്യയുടെ സ്ഥാനവും ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ പഠിച്ച് വെക്കണം. അപ്പം നമ്മുടെ ക്ലാസ്സുകൾ പോകുന്നത് ഇപ്പോൾ നിലവിൽ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ്, കമ്പനി ബോർഡ്, LGS, ബെവ്കോ LD, സ്റ്റോർമാൻ മുതലായ പരീക്ഷകളെയാണ് മുഖ്യമായിട്ടും ഫോക്കസ് ചെയ്തുകൊണ്ട് ക്ലാസ് എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? ഡിഗ്രി പ്രിലിംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സും നൽകുന്നതായിരിക്കും. 2025 ONV സാഹിത്യ പുരസ്കാരം നേടിയതാരാണ്? അതുപോലെ പുരസ്കാരങ്ങൾ, ഈ സൂചികകളുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ പുരസ്കാരങ്ങളും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. 2025 ONV സാഹിത്യ പുരസ്കാരം പ്രഭാവർമ്മയ്ക്കാണ് പുരസ്കാരം കിട്ടിയത്. പാകിസ്ഥാന് എതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഏതാണ്? പഹൽഗാം ഭീകരാക്രമണം അല്ലേ? നമ്മൾ ന്യൂസിലൊക്കെ കേട്ടതാണ്. പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് നടത്തിയ ആക്രമണമാണ് പഹൽഗാം ഭീകരാക്രമണം എന്ന് പറയുന്നത്. അപ്പോൾ ഈ പാകിസ്ഥാനെതിരെ ഇന്ത്യ ഒരു സൈനിക നടപടി അല്ലെങ്കിൽ പഹൽഗാം ഭീകരാക്രമണത്തിനെതിരെ എന്ന് ചോദിക്കാം. ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ് ഇന്ത്യയുടെ സൈനിക നടപടി എന്ന് പറയുന്നത്. പഹൽഗാം ഭീകരാക്രമണത്തിന് എതിരെയുള്ള ഇന്ത്യയുടെ സൈനിക നടപടി ഏതാണ്? ഓപ്പറേഷൻ സിന്ദൂർ ആണ് എന്ന് അറിഞ്ഞിരിക്കുക. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കും. 2025 പത്മവിഭൂഷൺ ജേതാവ് കുമുദിനി ലാഗിയ അന്തരിച്ചു. 2025 മെയ്യിലാണ് അന്തരിക്കുന്നത്. ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? പ്രശസ്ത കഥക് നർത്തകിയാണ്. ഈ ചോദ്യം ഓൾറെഡി ചോദിച്ചതാണ്. നൃത്തരംഗത്താണ് പ്രശസ്തയായത്. ഏത് രംഗത്താണ്? കഥക് നർത്തകിയാണ്. എന്താണ് പ്രത്യേകത? 2025 പത്മവിഭൂഷൺ ജേതാവ് കുമുദിനി ലാഗിയ അന്തരിച്ചു. ഏത് മേഖലയിലാണ് പ്രശസ്തയായത്? പ്രശസ്ത കഥക് നർത്തകിയായിരുന്നു കുമുദിനി ലാഗിയ. അല്ലെങ്കിൽ നൃത്തരംഗം എന്ന് കോമൺ ആയിട്ടും തരാനുള്ള ചാൻസ് ഉണ്ട്. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത് രാജേഷ് രവീന്ദ്രനാണ് മുഖ്യ വനം മേധാവിയായിട്ട് അടുത്തിടെ തിരഞ്ഞെടുക്കപ്പെട്ടത്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതാണ്? ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. അപ്പോൾ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം എന്നാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് പഠിച്ചല്ലോ? 2025 മെയ് മാസം
മെയ് മാസം 2-നാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖം ഏതെന്ന് ചോദിക്കുകയാണെങ്കിലും വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖമാണ്. 2025 മാധവിക്കുട്ടി പുരസ്കാരം നേടിയത് സുഭാഷ് ചന്ദ്രനാണ്. 2025 ഏത് പുരസ്കാരം ലഭിച്ചത്? മാധവിക്കുട്ടി പുരസ്കാരം ലഭിച്ചത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ് ഹൾ 096 എന്ന് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും വലിയ വൈദ്യുത കപ്പലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ആന്ധ്രാപ്രദേശിലെ അമരാവതിയാണ്. ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് എന്ന് പറയുന്നത്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് ഏതാണ്? ആന്ധ്രാപ്രദേശിലെ അമരാവതി. 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. വൈഭവ് സൂര്യവംശിയാണ് 2020 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ 2025 മെയ്യിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുതകളാണ്. ക്ലാസ് കേട്ട് പഠിക്കുക. ഇതുപോലെ നമ്മൾ ബാക്കി ക്ലാസ്സുകളും കൂടി നൽകുന്നതായിരിക്കും. നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്